ഹലോ ഗൈസ്, ഇതാണ് കൊളാറ്റൻ സെൻറ്റ് മേരീസ് ചർച്ച് പെയിൻറ്റിലുള്ളതാണ്. അപ്പോൾ സൺഡേ ഒക്കെ ആയിട്ട് പള്ളി വന്നതായിരുന്നു. അപ്പം എല്ലാവർക്കും ഈ ഒരു വ്യൂ കാണിക്കാമെന്ന് വിചാരിച്ചു. വളരെ ഹിസ്റ്റോറിക്കലായ ഒരു ചർച്ചാണ്. അതിൻ്റെ ക്ലോക്കൊക്കെ വളരെ അവരങ്ങനെ കീപ്പ് ചെയ്തിരിക്കുകയാണ്. അതിനകത്തൊക്കെ ഞാൻ അവസാനം കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചർച്ചിനകത്ത് പോവാം. ഒരു വളരെ ഫ്രണ്ട്ലി ചർച്ചാണ്, നമ്മളെല്ലാവരും വെൽക്കമിങ് ആണ്. ഇതാണ് ചർച്ചിൻ്റെ എൻട്രൻസ്. അതിൻ്റെ വ്യൂ ഒക്കെ തന്നെ പഴയത് അതേപടിയാണ് അവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. Yeah, this is surely the church wall. Yeah, what you want to say about the church? Yes, I'm not very good in. Get it? Good morning. Good morning. I'm sure how on that. Yes. Oh yeah, it's a Mother's Day. Put some flowers on my mother's grave. Nice. Thank you, Shirley. അതൊരു ഹിസ്റ്റോറിക്കൽ വ്യൂ അങ്ങനെ വെച്ചിരിക്കുക. You can see the work and they're all working away in here. Oh. And Dad, When we came on Friday to it's not very Hiya. good. do The Youngbos, decor's not very good. when we is it? did Youngbos on Yeah, Friday, yeah. and Jill Yeah. and David came Lady because they were video. doing the Adams Building, yeah. The heater was on. പിന്നെ എല്ലാ സൺഡേയും ഇവിടെ 9:15 മാസമുണ്ട്. പിന്നെ അതാ ഇതൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഒരു കപ്പ് ഓഫ് കോഫി സൂസൻ്റെ വക. അപ്പോൾ നമ്മളിപ്പോൾ ചർച്ചിൻ്റെ ബെല്ലും പിന്നെ ക്ലോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാണാനായിട്ട് മുകളിലോട്ട് പോവുക. അപ്പോൾ ഈ ഒരു ചെറിയ വഴിയിലൂടെ പോകേണ്ടത്. അപ്പോൾ ഇച്ചിരി റിസ്ക്കാണ്, പക്ഷെ എന്നിരുന്നാലും നമ്മൾ പോളം അടുത്തുള്ളതുകൊണ്ട് നമ്മൾ ചെറിയൊരു സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കാണിക്കുന്ന നമ്മുടെ പോളമാണ്. അപ്പം നമ്മൾ മുകളിൽ ഈ ചെറിയ ഏണിയിലൂടെ മുകളിൽ കയറി പോകേണ്ടി വരും. അതെ, അപ്പം ഞാൻ ക്ലൈംബ് ചെയ്യാൻ പോവാ. ഇച്ചിരി ടഫാണ് ഇതിൻ്റെ മുകളിൽ കയറാനായിട്ട്. വളരെ ചെറിയ വഴിയാണ്, ഒരു സമയത്ത് ഒരാൾക്കേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ പയ്യെ മുകളിൽ കയറുക. അങ്ങനെ നമ്മൾ മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. അകത്ത് ഈ ഒരു ഇച്ചിരി ഇരുട്ടായിരുന്നു, അപ്പോൾ ടോർച്ചൊക്കെ എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്ലോക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതെപ്പോഴും ഇങ്ങനെ കറക്കണം എല്ലാ ദിവസവും വന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വെയിറ്റ് സൈഡ് വരുന്നുണ്ട്. ആ വെയിറ്റ് ഏറ്റവും മുകളിൽ വരുമ്പോഴാണ് ഈ ക്ലോക്ക് വർക്കാവുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പോളൊന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. So yeah. Yeah. Can you explain how it works actually? So it will be good for. Well, I do it, yeah. Yeah. It's an old Victorian clock, and the workings haven't been changed since then. And then there's a weight either end that we have to. Oh wind yeah. up. Okay. This one. Yeah. Yeah, The waist. that's Yeah. for the actual clock itself, and then the other weight at the other ends for the bell
that chimes the clock. So there's always in the next one further up. Yeah. So the bell's upside, right? Like, can you see the bell as well? Yeah. So I'll show that. ഇതിപ്പോൾ ഗായ്സ് നമ്മളവിടെ പുറത്ത് കണ്ട ആ ക്ലോക്കിൻ്റെ ബാക്ക് സൈഡിലുള്ള സിസ്റ്റംസ് ആണിത്. അപ്പോൾ ഇവരിങ്ങനെയാണ് അത് പഴയ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് ഈ പള്ളിയിൽ. അപ്പം അങ്ങനെ അവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വീണ്ടും നമ്മൾ ബെല്ല് കാണാനായിട്ട് മുകളിലോട്ട് പോവുക. അപ്പോൾ ഇനിയും ഒരു ചെറിയൊരു ഏണിയുണ്ട്. ഇത് അതിലും റിസ്ക് ആയതാണ്. പക്ഷേ മുകളിൽ കയറി ഞാനൊന്ന് കാണിക്കുന്നുണ്ട് ഇതും കൂടെ. അങ്ങനെ ഈ വീഡിയോ ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി മോർ വീഡിയോസിനായിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുക. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോസ് ആസ് വെൽ.